നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ 2047 എന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെന്ന് NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നുവെന്നും NIA പറയുന്നുണ്ട്. ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും ശബ്ദ സന്ദേശങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് 2022 പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തു. പിന്നീട് പാലക്കാട്ടെ RSS നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതക കേസും ഇതിനൊപ്പം NIA കൂട്ടിച്ചേർത്തു. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്ന ആളുകളെ എങ്ങനെയാണ് വകവരുത്താനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കോടതിയിൽ NIA വിശദമായി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും. ഈ വിവരങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറുകയാണ് പതിവ്. ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടെ പുതുക്കുകയും ചെയ്യും. പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിനുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് ആയുധ പരിശീലനമായി പ്രവർത്തിച്ചിരുന്നതായും NIA പറയുന്നു. NIAയുടെ ആരോപണങ്ങളെ പ്രതികൾ നിഷേധിച്ചു. ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതെന്നാണ് പ്രതികളുടെ വാദം. കുറ്റം തെളിയിക്കുന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ലെന്നും 3 വർഷമായി കസ്റ്റഡിയിലാണെന്നും അന്വേഷണം പൂർത്തിയായി വിചാരണ തുടങ്ങാൻ സമയമെടുക്കുന്നത് വരെ ഇത് കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതികളുടെ ആവശ്യം. എന്നാൽ ആവശ്യം കോടതി തള്ളി. ഹർജിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് കോടതി. മറ്റു മുസ്ലിം സംഘടനകളെ ഒതുക്കി സമുദായത്തിന്റെ ഏക നേതൃത്വമായി മാറാനും SDPIയിലൂടെ രാഷ്ട്രീയ അധികാരം നേടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും PFI പദ്ധതിയിട്ടിരുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 1000-ഓളം പേരെയാണ് കേരളത്തിൽ വധിക്കാൻ പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്ന് കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണ ഏജൻസി പറയുന്നത്. ശ്രീനിവാസൻ വധക്കേസിലെ 51-ാം പ്രതി സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ 240 പേരും 15-ാം പ്രതി അബ്ദുൾ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പേരുടെ വിശദ വിവരങ്ങളും ലഭിച്ചു. 17-ാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്ന് ലഭിച്ച ഒരു രേഖയിൽ 197-ഉം മറ്റൊന്നിൽ 35-ഉം പേരുണ്ട്. അയ്യൂബ് TA എന്ന പ്രതിയുടെ പേരിൽ നിന്ന് ലഭിച്ച 500 പേരുടെ പട്ടികയിൽ മറ്റ് ഇസ്ലാം ഇതര സമുദായങ്ങളുടെ പേരുണ്ട്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് പ്രതിരോധിക്കാനും പദ്ധതികൾ ഇവർ ഒരുക്കിയിരുന്നു. നീതിപീഠം, സൈന്യം, പോലീസ് എന്നിവയിൽ ഉൾപ്പെടെ വിശ്വസ്തരായിട്ടുള്ള കേഡർമാരെ തിരികെ കയറ്റി എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സായുധ കലാപം ഉൾപ്പെടെ ലക്ഷ്യമിടുകയും ഇവർ ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കാൻ ദ്വാറുൽ ഖാസ കോടതി, റിപ്പോർട്ടേഴ്സ് വിംഗ്, ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ് വിംഗ്, സർവീസ് വിംഗ്, ഹിറ്റ് ടീം എന്നിവ രൂപീകരിച്ചു. രഹസ്യാന്വേഷണ വിഭാഗമായ റിപ്പോർട്ടേഴ്സ് വിംഗ് ആണ് വ്യക്തികൾ, ഹിന്ദു നേതാക്കൾ, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ദിവസവും നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്ന വിവരം ഉപയോഗിച്ചുകൊണ്ട് കൊല്ലേണ്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിശ്ചയിക്കുന്നു. ശേഷം ആക്രമിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് സർവീസ് വിംഗ്, ഹിറ്റ് ടീമാണ് ഇത് നിർവഹിക്കുക. ദാറുൽ ഖാസ എന്ന കോടതി ശിക്ഷയും നിശ്ചയിക്കും. ISIS ഭീകരത അനുകരിക്കാൻ ഭീകരാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ച് പരിശീലനം നൽകുകയും ചെയ്തു. ശ്രീനിവാസൻ വധം തെളിവ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയുടെ തെളിവാണെന്നും ശ്രീനിവാസൻ വധം ഇതിന്റെ ഭാഗമായിട്ടുള്ള തെളിവാണെന്നും പോപ്പുലർ ഫ്രണ്ട് ഭീകരതയുടെ അങ്ങേയറ്റമാണിതെന്നും NIA കോടതിയിൽ പറയുന്നുണ്ട്. പ്രതികൾക്ക് ശ്രീനിവാസനുമായി വ്യക്തിവൈരാഗ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പലരും അറിയുക പോലും ഇല്ലാത്തവരാണ്. സംഘടനാ നേതൃത്വം തീരുമാനിച്ച കൊലപാതക രീതി നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്തതെന്ന് NIA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതായത്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മതവിഭാഗങ്ങളിലെ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ SDPIയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ PFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ RSSന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാർ, വത്സൻ തില്ലങ്കേരി, ശശികല ടീച്ചർ, അതുപോലെ BJPയിലെ ചില യുവ നേതാക്കന്മാർ തുടങ്ങി പലരും ഇവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
1000-ഓളം പേരെ, അതായത് ഇതര മതങ്ങളിലെ 1000-ഓളം പേരെ കൊല്ലുകയും അതുവഴി തങ്ങളുടെ ഒരു ജിഹാദ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം പണിതെടുക്കുക, അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ നിന്ന് അതിന്റെ തുടക്കമിടുക, ഇത്തരം കാര്യങ്ങളാണ് PFI ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് PFI കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത്? കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് ഇവർ തന്നെ വിലയിരുത്തുന്നത്. അതായത് ഇടത് വലത് മുന്നണികൾ ഇസ്ലാമിക പ്രീണനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി യാതൊരു വിധത്തിലും വോട്ട് ബാങ്ക് തകരുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും പറയുകയില്ല എന്ന ധൈര്യമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ആലുവയിലും മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെ ഇവർ യോഗങ്ങൾ ചേരുകയും ഒരാളെ കൊല്ലാനുള്ള എല്ലാ രീതികളും അഭ്യസിക്കുകയും അതുവഴി ഇവരുടെ ഒരു സ്വന്തമായിട്ടുള്ള കോടതി തന്നെ രൂപീകരിക്കുകയും ഒരു 3 തരത്തിലുള്ള വിങ്ങുകൾ രൂപീകരിച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് വിങ്, ഹിറ്റ് ലിസ്റ്റ് തുടങ്ങി അങ്ങനെ പല തരത്തിലുള്ള ലിസ്റ്റുകളും ഹിറ്റ് വിങ്ങുകളും ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയത്തിലെ ആളുകളെ വധിക്കുക എന്നുള്ളത് ഒരു ISIS-ന്റെ മാതൃകയിൽ ഇവർ ചെയ്തു പോരുന്നത്. ഇത് കേരളത്തിലെ പോലീസ് അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിണറായി വിജയൻ ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുഴുവൻ പരാജയമായിരുന്നു. അതോ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഭരണകൂടം വോട്ട് നഷ്ടപ്പെടും, അതായത് ഇസ്ലാമികമായിട്ടുള്ള തീവ്രവാദ പാർട്ടികളെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഇസ്ലാമിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള പ്രചാരണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി എതിർക്കുക എന്നുള്ളതാണ് ഇത്തരം സംഘടനകളുടെ രീതി. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം ഈ ഭരണകൂടം ഇതെല്ലാം മൂടി വെച്ചതായിരുന്നു എന്നും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് NIA തന്നെ ഈ കേസിൽ വരേണ്ടിയിരുന്നത്? ഇത്രയും കാലമായിട്ട് കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളും പോലീസും ഈ കാര്യത്തിൽ ഒന്നും അനങ്ങാത്തത് എന്തുകൊണ്ടായിരുന്നു? അനവധി ചോദ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ, ശശികല ടീച്ചർ ഉൾപ്പെടെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ ജഡ്ജ് ഉൾപ്പെടെയുള്ള ആളുകളെ വധിക്കാൻ ഇവർ ആദ്യമായി പട്ടിക തയ്യാറാക്കിയവരിൽ ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും ഭീകരവും അതുപോലെ നടുക്കുന്നതുമായ കാര്യമാണ്. ആർക്കാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് PFIയെ നിരോധിച്ചെങ്കിലും PFI നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ പ്രമുഖമായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ നിരോധിച്ചു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന് മാത്രമേ ഉള്ളൂ. PFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലേക്കാണ് ഇപ്പോൾ കടന്നു കയറിയിട്ടുള്ളത്, അവരെവിടെയൊക്കെയാണ് ഉള്ളത് എന്നത് ആർക്കെങ്കിലും പിടുത്തമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം PFIയിൽ നിന്ന് പോയ ആളുകളെല്ലാം ചേക്കേറിയത് മുസ്ലിം ലീഗും CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്കാണ്. SDPIയിൽ പോലും ഇവർ ഒരു പരിധിവരെ മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം SDPIയിലേക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ അതായത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു കണ്ണ് എപ്പോഴും SDPIയുടെ മുകളിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ വളരെ ഫലപ്രദമായി മറ്റു രാഷ്ട്രീയ കക്ഷികളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ എതിർത്ത് തോൽപ്പിക്കാൻ എല്ലാവരും കൂടെ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.